ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്കിൻ ബാസ്റ്റിങ്ങിനെ പറ്റിയിട്ടാണ്. അതിന് മുന്നേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പോൾ നമുക്ക് ഇടയിലോട്ട് കിടക്കാം. എന്താണ് ഫേസ് ബാസ്റ്റിംഗ് അതല്ലെങ്കിൽ സ്കിൻ ബാസ്റ്റിംഗ് എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് സ്ലഗിങ്ങിനെ പറ്റിയിട്ടാണ്. കുറച്ച് പേർക്കെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും സ്കിൻ സ്ലഗിങ് അല്ലെങ്കിൽ ഫേസ് സ്ലഗിങ് എന്ന് പറയുന്ന കാര്യം. കാരണം നമ്മൾ റീൽസിനകത്ത് ഷോർട്സിനകത്തൊക്കെ ഇത് കുറച്ച് നാൾ വൈറലായിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു സാധനമാണ്. പ്രത്യേകിച്ച് അങ്ങനത്തെ നമ്മുടെ ഫേസിൽ വളരെ ഹ്യൂജ് എമൗണ്ട് വാസ്ലിൻ കൊണ്ടിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ട് തേച്ചൊക്കെ വെക്കും. ആ ഒരു പ്രൊസീജിയർ നമ്മൾ സ്കിൻ സ്ലഗിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡ്രൈ സ്കിൻകാർക്കും ഒരുവിധ നോർമൽ സ്കിൻകാർക്കും പറ്റും. പിന്നെ ഓയിലി ആക്നെ പ്രോൺ സ്കിൻകാർക്ക് ഇത് പറ്റത്തില്ല. അത് മാത്രമല്ല ഇതിന് ഒരുപാട് ഇൻകൺവീനിയൻസ് ഉണ്ട്. അത്രയും ഹ്യൂജ് എമൗണ്ട് വാസ്ലിൻ നമ്മുടെ ഫേസിൽ തേച്ച് നമ്മൾ കിടക്കാനായിട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ പില്ലോയിലാവും, നമ്മുടെ അടുത്ത് കിടക്കുന്ന ആൾക്കാർ പാർട്ട്ണറുടെ പിറക്കാം, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഈ ഒരു പ്രോസസ്സിനുണ്ട്. അത് വേറെ കാര്യം. മറ്റ് പില്ലോസിന് മറ്റുള്ള ആളുടെ ഭർത്താവുന്ന പോട്ടെ, പക്ഷേ ചില ആൾക്കാർക്ക് ഇത് രാവിലെ എണീക്കുമ്പോൾ കഴുകി കളയുന്നത് ഭയങ്കര മെസ്സി ആയിട്ട് ഫീൽ ചെയ്യും. കാരണം അത്രയും നമുക്കറിയാം, കുറച്ച് വാസലിന് നമ്മുടെ ഫേസിൽ നമുക്ക് വാഷ് ഔട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഹ്യൂജ് എമൗണ്ട് വാസലിന് വാഷ് ഔട്ട് ചെയ്ത് കളയാൻ എന്തായാലും ഇപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കാം. അപ്പൊ അതൊക്കെ ഒരു ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ. പിന്നെ മാത്രമല്ല, വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഇല്ലാത്ത ആൾക്കാർക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ വന്നു തുടങ്ങി. കാരണം വാസലിൻ പെട്രോളിയം നല്ലൊരു കൊമിഡോജനിക് ഏജന്റ് ആണ്. ഇത്രയെങ്കിലും നോർമൽ സ്കിൻ ഉണ്ട്, ചെറിയ ചെറിയ പോസ് ഉള്ള സ്ഥലത്തോട്ടൊക്കെ ഈ വാസ്ലിൻ കയറിയിട്ട് അടഞ്ഞിരുന്നിട്ട് വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് പിമ്പിൾസും ഒക്കെ വന്നു തുടങ്ങി. അപ്പൊ പിന്നെ ഓയിലി ആക്നെ പ്രോൺ സ്കിൻകാർക്ക് എന്തായാലും ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഡോക്ടർ ഷെരീൻ ഐഡിസ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. പുള്ളിക്കാരി എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് കാലമായിട്ട് ഫോളോ ചെയ്യുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ഡെർമറ്റോളജിസ്റ്റുകളാണ്. യൂട്യൂബ് ഇൻഫ്ലുവൻസിങ് ഡെർമറ്റോളജിസ്റ്റുകളിൽ ഒരാളാണ്. അപ്പൊ അവരാണ് ഈ ഒരു ഫേസ് ബാസ്റ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ഫസ്റ്റ് ടൈം കണ്ടുപിടിച്ചതെന്നല്ല, നമ്മുടെ സ്കിൻ കെയറിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ഈ ഒരു പ്രോസസ്സ് അല്ലാതെയൊക്കെ ഈ ഒരു ടെക്നിക്ക് ഉണ്ട്, പക്ഷെ ഇതിനൊരു പേര് കൊടുക്കുകയും അത് നമ്മുടെ സ്കിൻ കെയറിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട രീതിയൊക്കെ പറഞ്ഞത് ഈ ഒരു ഡോക്ടർ. ഇനി എങ്ങനെ ഇത് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ വേറെ അധികം വലിയ പ്രോസസ്സ് ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്പുകളേ ഉള്ളൂ. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതെന്തുകൊണ്ടാണ് നമ്മൾ ഈ ക്രീം തന്നെ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. നമ്മൾ സ്ലഗിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ സ്ലഗിങ്ങിന് നമ്മൾ വാസലിനാണ് യൂസ് ചെയ്യുന്നത്. അതൊരു ഒക്ലൂസീവ് ഏജന്റാണ്. നമ്മൾ സ്കിന്നിൽ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വാട്ടർ ലോസ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഡ്രൈ സ്കിൻകാരെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ നമുക്ക് ഡ്രൈ സ്കിൻ ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ ഇറിറ്റേറ്റഡ് സ്കിൻ ആകുമ്പോഴത്തേക്ക് വാട്ടർ ലോസ് മാത്രമല്ല ഉണ്ടാവുന്നത്, അതിന് ഇൻഫ്ലമേഷൻ ഉണ്ടാവും, ഇറിറ്റേഷൻ ഉണ്ടാവും, ഇഞ്ചുറീസ് ഉണ്ടാവും. അതെല്ലാം നമുക്ക് ഹീൽ ചെയ്യാനായിട്ടൊക്കെ വേണം. ആൻഡ് ഇപ്പം അതെല്ലാം മാറ്റി ഹീലിങ്ങിന് വേണ്ടി നമുക്ക് ഹീലിംഗ് പ്രോസസ്സ് ഉണ്ടാവണം, ആന്റി ഇൻഫ്ലമേറ്ററി വേണം, അതുപോലെ തന്നെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് അയക്കണം. അപ്പൊ അതിനു വേണ്ടി എന്ത് എന്നുള്ള സ്ഥലത്താണ് പുള്ളിക്കാരി ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അതായത് സ്കിൻ ബാസ്റ്റിംഗ്. ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്തത് നമ്മുടെ ഡയപ്പർ ക്രീമാണ്. എനിക്കറിയാം, ഡയപ്പർ ക്രീം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഡയപ്പർ ക്രീം ജഡ്ജ് ചെയ്ത് വീഡിയോ മൊത്തം കാണുമ്പോൾ നിങ്ങൾക്കത് എന്തുകൊണ്ടാണ് ഈ ഡയപ്പർ ക്രീം ഇതിനെ സെലക്ട് ചെയ്തതെന്ന് മനസ്സിലാവും. നിങ്ങളൊരു ഡയപ്പർ ക്രീം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് സിങ്ക് ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ടാവും. സിങ്ക് അല്ലെങ്കിൽ സിങ്ക് ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. സിങ്ക് ഓക്സൈഡ് അല്ലെങ്കിൽ സിങ്ക് എന്ന് പറയുന്നത് ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. ഒന്നാമത്തെ സിങ്കിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. രണ്ടെന്ന് വെച്ചാൽ ഇതൊരു ഫിസിക്കൽ ഫിൽറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, സൺ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ഫിസിക്കൽ ഫിൽറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തെന്ന് വെച്ചാൽ ഇതിന് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്. അതായത് നമ്മുടെ സ്കിന്നില് റെഡിഷ്നെസ് ഒക്കെ വരുന്നെങ്കിൽ അതിനെയൊക്കെ ഒന്ന് കാം ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു സിങ്ക് ഓക്സൈഡിന് പറ്റും. അടുത്ത പ്രോസസ്സ് എന്ന് വെച്ചാൽ ഇതിൽ ലിറ്ററലി ഹീലിംഗ് പ്രോസസ്സ് ഉണ്ട്. അതായത് നമ്മുടെ സ്കിന്നിൽ എവിടെയൊക്കെയാണോ വൂണ്ട് ഉണ്ടായിട്ട് ബ്ലാങ്ക്നെസ് ഉണ്ടാവില്ല, വൂണ്ട് ഉണ്ടായിട്ട് ആ ബ്ലാങ്ക് എല്ലാം ചെയ്ത് കൊളാജനെ ഒന്ന് റീബൂട്ട് ചെയ്യാനായിട്ടും റീബൂസ്റ്റ് ചെയ്യാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. ലിറ്ററലി കൊളാജൻ ബൂസ്റ്റ് മാത്രമല്ല, കൊളാജനെ ഹീൽ ചെയ്യാനായിട്ടും റീസ്റ്റോർ ചെയ്യാനായിട്ടും റീജുവനേറ്റ് ചെയ്യാനായിട്ടും നമ്മുടെ സിങ്കിന് പറ്റും. അപ്പൊ അതൊക്കെ കൊണ്ടാണ് സിങ്ക് നമ്മൾ ഈ ഒരു സ്കിൻ ബാസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ, പിന്നെ മാത്രമല്ല സിങ്കിന്റെ കോമിഡോജനിക് സിങ്ക് ഓക്സൈഡ് അല്ലെങ്കിൽ സിങ്കിന്റെ കോമിഡോജനിക് റേറ്റ് വെച്ച് 0 ആണ്. അപ്പൊ ഏതൊരു സ്കിൻ ടൈപ്പുകാർക്കും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ഡയപ്പർ ക്രീം നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്തത്. ഇത് നിങ്ങളുടെ ഡ്രൈ സ്കിൻ മോയ്സ്ചറൈസറോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡ്രൈ സ്കിൻ ആക്കുള്ള മോയ്സ്ചറൈസർ നോക്കിയാൽ അതിന്റെ വൺ ഓഫ് ദി ഇൻഗ്രീഡിയൻറ്റ് സിങ്ക് ഓക്സൈഡ് ആയിരിക്കും. അപ്പൊ അതിനെ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഡയപ്പർ ക്രീം എടുക്കുന്നത്. ഡയപ്പർ ക്രീം എന്ന് വെച്ചാൽ നമുക്കറിയാം, അത് നമ്മുടെ ബേബീസിന്റെ റാഷസ് മാറ്റാനായിട്ട് യൂസ് ചെയ്യുന്ന
ക്രീമാണ്. അപ്പൊ തന്നെ അതിന്റെ ഹീലിംഗ് പ്രോപ്പർട്ടി മനസ്സിലാവില്ല. നമ്മുടെ ബേബിയുടെ ബമ്പിൽ യൂസ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി, കാരണം അത്രയും സോഫ്റ്റ് ആൻഡ് സെൻസിറ്റീവ് ആയിട്ട് സ്ഥലമാണ് ബേബീസിന്റെ ബംസ്. അപ്പൊ അവിടെ യൂസ് ചെയ്യുന്നത് എന്തായാലും നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യാന്നുള്ളത് കൊണ്ടാണ് സ്കിൻ ബാസ്റ്റിംഗ് എന്നൊരു പ്രോസസ്സിൽ നമ്മൾ ഡയപ്പർ ക്രീം തന്നെ എടുക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നതെന്ന് നോക്കാം. എങ്ങനെ സ്കിൻ ബാസ്റ്റിംഗ് ചെയ്യാം, എപ്പോഴൊക്കെ ചെയ്യാം, ആർക്കൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ഇപ്പം നമ്മളറിയാം, ഇപ്പം നമ്മൾ അതിന് മുന്നേ ഞാൻ ഒരു സ്കിൻ സൈക്ലിങ്ങും കൂടെ പറഞ്ഞില്ല. ഇപ്പൊ സ്കിൻ ബാസ്റ്റിംഗ് എപ്പോഴൊക്കെ ചെയ്യാന്നുള്ള പ്രോസസ്സ് കുറച്ചും കൂടി ഈസിയാണ്. ഞാൻ എപ്പോഴും പറഞ്ഞു, നമ്മൾ എപ്പോഴും സ്കിൻ സൈക്ലിംഗ് ചെയ്യണം. സൈക്ലിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ഒരേ സാധനം ഫേസിൽ ഇടാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ സ്കിൻ സൈക്ലിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നിങ്ങൾ ഒരു ദിവസം ഹൈഡ്രേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ഒരു ദിവസം 25 ഏജ് എബോ ആണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം റെറ്റിനോൾ യൂസ് ചെയ്യുന്നു, ചിലപ്പോൾ നിങ്ങൾ ഒരു ദിവസം എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നു, ചിലപ്പോൾ നിങ്ങൾ ഒരു ദിവസം മോയ്സ്ചറൈസർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മുടെ സ്കിന്നിന് എക്സ്ഫോളിയേഷൻ ഉണ്ട്, അതുപോലെ ആന്റി ഏജിങ് പ്രോസസ് ഉണ്ട്, ഹീലിംഗ്, അതായത് നമ്മുടെ സ്കിന്നിന് റെസ്റ്റിംഗ് പ്രോസസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ വേണം ആ സമയങ്ങളിൽ എപ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ സ്കിൻ ബാസ്റ്റിംഗ് ചെയ്യാൻ നല്ലതെന്ന് നോക്കാം. ഇപ്പൊ നിങ്ങൾ സ്കിൻ ജസ്റ്റ് ഹൈഡ്രേഷൻ മാത്രമേ കൊടുക്കുന്ന ദിവസമാണ്, അതല്ലെങ്കിൽ നിങ്ങൾ ഷേവ് ചെയ്യുന്ന ദിവസമാണെങ്കിൽ നിങ്ങൾക്ക് സ്കിൻ ബാസ്റ്റിംഗ് ചെയ്യാം, ഇഷ്യൂ ഒന്നുമില്ല. പക്ഷെ നിങ്ങൾ റെറ്റിനോൾ യൂസ് ചെയ്യുന്ന ദിവസമാണെങ്കിൽ നിങ്ങൾ സ്കിൻ ബാസ്റ്റിംഗ് ചെയ്യാത്തതാണ് നല്ലത്. നിങ്ങൾ കെമിക്കൽ പീൽ യൂസ് ചെയ്യുന്ന ദിവസമാണെങ്കിൽ നിങ്ങൾക്ക് സ്കിൻ ബാസ്റ്റിംഗ് ചെയ്യാം, കുഴപ്പമില്ല. നിങ്ങൾ ഗ്ലൈക്കോളിക് ആസിഡ്, സാലിസിലിക് ആസിഡ് സിറംസ് യൂസ് ചെയ്യുന്ന ടൈം ആണെങ്കിൽ ഇത്ര കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ന്യൂ ആണെന്ന് വെച്ചാൽ ഇതുവരെ ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ് അല്ലെങ്കിൽ സാലിസിലിക് ആസിഡ് ഒന്നും ഫേസിൽ യൂസ് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരാണ്, നിങ്ങളിപ്പോൾ 1 to 2 months ഒക്കെ ആയിട്ടുള്ള വീക്കിലി വൺസ് ഓർ ട്വൈസ് ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂവെങ്കിൽ നിങ്ങൾ സ്കിൻ ബാസ്റ്റിംഗ് ചെയ്യാത്തതാണ് നല്ലത്. കാര്യം എന്തെന്ന് വെച്ചാൽ ഈ സിങ്ക് ഓക്സൈഡ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഈ നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ഈ മോളിക്യൂൾസിന് നന്നായിട്ട് ഡീപ്പായിട്ട് പെനിട്രേറ്റ് ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾ പുതിയതായിട്ടാണ് ഈ എക്സ്ഫോളിയേറ്റേഴ്സ്, BHAs ഒക്കെ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റെറ്റിനോൾസ് യൂസ് ചെയ്യണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരുപാട് അകത്തോട്ട് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നേക്കാളും ഈ പെനിട്രേഷൻ നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്കിൻ ഇറിറ്റേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ചും റെറ്റിനോൾ നിങ്ങൾ എത്ര ന്യൂ ആണെങ്കിലും അല്ലെങ്കിൽ എത്ര പഴയ ആൾക്കാരായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ആ സമയങ്ങളിൽ സ്കിൻ ബാസ്റ്റിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾ ഒരാഴ്ചയിൽ എല്ലാ ദിവസവും സ്കിൻ ബാസ്റ്റിംഗ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു, ഞാൻ ഡെയിലി സ്കിൻ ബാസ്റ്റിംഗ് ചെയ്ത് നോക്കി. ആദ്യത്തെ ഒരു 4 days കണ്ടിന്യൂസ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ വൺസ് ഇൻ എ വൈൽ യൂസ് ചെയ്താൽ ഇപ്പോൾ ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ സ്കിൻ ബാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സിങ്ക് പല പല ഫോമിൽ കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞാൽ സിങ്ക് ഓക്സൈഡ് കിട്ടും, അതിന്റെ ഒരു കുമ്പണ്ട് കാര്യമാണ് ഞാൻ പറഞ്ഞുതരാം. സിങ്ക് ഓക്സൈഡ്, സിങ്ക് PCA, അതിലെ സിങ്ക് ഗ്ലൂക്കണേറ്റ് എന്ന് പറഞ്ഞ ഫോമിൽ പലതായിട്ട് നമ്മൾ കിട്ടും. ഇതിനകത്ത് സിങ്ക് ഓക്സൈഡും സിങ്ക് ഗ്ലൂക്കണേറ്റുമാണ് കൂടുതലായിട്ടും ഇപ്പൊ ഡയപ്പർ റാഷ് ക്രീമായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇത് എഫക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ ആന്റി ഇൻഫ്ലമേറ്ററിയിൽ സിങ്ക് ഓക്സൈഡ് ആണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നടക്കുന്നത്. നമ്മൾ സ്കിൻ ബാസ്റ്റിംഗ് ചെയ്യുന്ന ഒരു ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നെ ഒന്ന് കാം ആക്കാനായിട്ടും ഒരു ഗ്ലോ ഒക്കെ കിട്ടാനാണെങ്കിൽ സിങ്ക് ഗ്ലൂക്കോണേറ്റിനേക്കാളും നമുക്ക് എപ്പോഴും നല്ലത് സിങ്ക് ഓക്സൈഡ് തന്നെയാണ്. ഇനി വരാൻ പോണ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ചേച്ചി ഞാൻ സിങ്ക് ഓക്സൈഡ് ഉണ്ടല്ലോ നമ്മൾ ഫിസിക്കൽ ഫിൽറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല, അപ്പൊ നമുക്ക് സൺസ്ക്രീന് പകരം യൂസ് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി പറ്റില്ല. അത് കാരണം വെച്ചാൽ അത്രയും ഒരു റിസർച്ചിനെ അങ്ങനെ ബേസ് ചെയ്തിട്ട് ഡയപ്പർ ക്രീം സിങ്ക് ഓക്സൈഡ് ഉള്ളതുകൊണ്ട് സൺസ്ക്രീൻ ആയിട്ട് യൂസ് ചെയ്യാമോ എന്ന് പറയുന്ന ഒരു റിസർച്ച് എത്തിയിട്ടില്ല. 1. 2, ഇത്രമാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. നമുക്ക് ഡബിൾ ഫിംഗർ റൂളിലാണ് നമ്മൾ കൂടുതൽ, 2 to 3 ഫിംഗർ റൂളിലാണ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു പ്രാവശ്യം തന്നെ നിങ്ങൾ ഡയപ്പർ ക്രീം എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്ര തിക്കായിട്ടുള്ള സാധനമാണ്. അത്രയും തിക്കായിട്ട് 2 ഫിംഗർ റൂൾ ഇട്ടിട്ട് നമ്മൾ എന്തായാലും പുറത്തോട്ട് ഇറക്കാനായിട്ട് പോകണ്ട. സോ അത് ഇതല്ല. പിന്നെ നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിൻ ആണ്, നിങ്ങളുടെ സ്കിൻ ബാരിയർ ഒക്കെ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ ഫിസിക്കൽ ഫിൽറ്റേഴ്സ് ഉള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അതിനുള്ള മെയിൻ റീസൺ അതിനകത്തുള്ള സിങ്ക് ഓക്സൈഡ് ഫിൽറ്റർ തന്നെയാണ്. കാരണം നിങ്ങളുടെ സ്കിൻ ഇറിറ്റേറ്റ് ഒക്കെ ആണെങ്കിൽ അതിനൊന്ന് കാം ചെയ്യാനും സണ്ണിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനും സിങ്ക് ഓക്സൈഡ് ഉള്ള സൺസ്ക്രീനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ നിങ്ങൾക്ക് ഇനി ഇൻഫ്ലമേഷൻ ഉണ്ട്, വൈറ്റ് ഹെഡ്സ് അല്ല ആക്നെ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിങ്ക് ഓക്സൈഡിനെക്കാളും നല്ലത് സിങ്ക് ഗ്ലൂക്കോണേറ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആന്റി ഇൻഫ്ലമേഷൻ അത്ര ഇല്ലെന്നുണ്ടെങ്കിലും സിങ്ക് ഗ്ലൂക്കണേറ്റ് ആന്റി ബാക്ടീരിയൽ ബെനിഫിറ്റ് ഉള്ള സാധനം. അപ്പൊ അങ്ങനത്തെ പ്രൊഡക്റ്റ് കിട്ടുകയാണെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഗ്ലൂക്കണേറ്റിന്റെ പ്രൊഡക്ട്സ് ഒക്കെ കുറവായിട്ടാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഡയപ്പർ ക്രീംസ് ഏതൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ട് പറയണമെന്ന് വെച്ചാൽ എല്ലാ ഡയപ്പർ ക്രീംസും നമുക്ക് ഫേസിൽ ഇടാൻ പറ്റത്തില്ല. സ്കിൻ ടൈപ്പ് അനുസരിച്ച്, മീൻസ് എല്ലാ ഡയപ്പർ ക്രീം ഫേസിലിടാം, പക്ഷേ അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസും കൂടെ നോക്കിയിട്ട് വേണം നമ്മളെടുത്ത് ഫേസിലിടാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ പണിയിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏതൊക്കെ സ്കിൻ ടൈപ്പുകാർക്ക് നല്ലത് നമുക്ക് നോക്കാം.
ഒന്നാമത്താണ് ഫിക്സ്റ്റേമയുടെ ഡയപ്പർ റാഷ് ക്രീം. ഇത് ആക്ച്വലി സേഫ് ആണ്, പക്ഷെ നിങ്ങൾക്ക് ഫ്രാഗ്രൻസ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യുക. ചെറിയൊരു മണമുണ്ട്. അധികം പെർഫ്യൂം ഉണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതാണ്, എനിക്കിഷ്ടമാണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഫ്രാഗ്രൻസ് ഇച്ചിരി പ്രശ്നമാണെങ്കിൽ നിങ്ങൾക്ക് ഇത് അവോയ്ഡ് ചെയ്യാം. അല്ലെങ്കിൽ എല്ലാ സ്കിൻ ടൈപ്പുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഫിക്സ്റ്റേമയുടെ ഡയപ്പർ റാഷ് ക്രീം. അടുത്താണ് നമ്മുടെ മിനിമലിസ്റ്റിന്റെ ഡയപ്പർ റാഷ് ക്രീം, അതല്ലെങ്കിൽ സിങ്ക് ഓക്സൈഡ് B5 ഹീലിംഗ് ക്രീം എന്ന് പറയുന്നത്. ഇത് ബെസ്റ്റ് ആണ്. ഇത് ഏത് സ്കിൻ ടൈപ്പുകാർക്കും എങ്ങനെ യൂസ് ചെയ്യാം. ഫ്രാഗ്രൻസ് ഇല്ല, കൊമഡോജനിക് സാധനങ്ങളൊന്നുമില്ല. ഫിക്സ്റ്റേമയേക്കാൾ കുറച്ചുകൂടി ടോപ്പിൽ നിൽക്കുന്നതാണ് നമ്മുടെ മിനിമലിസ്റ്റിന്റെ ഡയപ്പർ റാഷ് ക്രീം. മൂന്നാമത്തെയാണ് നമ്മുടെ മമ എർത്തിന്റെ ഡയപ്പർ റാഷ് ക്രീം. ഇത് ആക്ച്വലി നല്ല ഡയപ്പർ റാഷ് ക്രീമാണ്, പക്ഷേ ഇത് ഏറ്റവും നല്ലത് നോർമൽ ടു ഡ്രൈ സ്കിൻകാർക്കാണ്. കാരണം ഇതിനകത്ത് ചില ഓയിൽസ് ഉണ്ട്. ഇത് നമ്മൾ ബമ്പിൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ്, നമ്മുടെ സോഫ്റ്റ് ആക്കാനായിട്ട്. നമ്മൾ ഫേസിലോട്ട് യൂസ് ചെയ്യുമ്പോൾ പോസിന്റെ അപ്പിയറൻസ് കൂടുതലായതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ആക്നെ പ്രോൺ സ്കിൻകാർക്ക് പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മമ എർത്ത് പോസ് ക്ലോഗ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ബംസിൽ അത്രയും പോസ് ഇല്ലല്ലോ, അപ്പൊ അത് ക്ലോഗ് ആവത്തില്ല. ഫേസിൽ പോസ് ഉള്ളതുകൊണ്ട് ക്ലോഗ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് മമ എർത്തിന്റെ ഈ ഒരു ഡയപ്പർ റാഷ് ക്രീം ഓയിലി ആക്നെ പ്രോൺ സ്കിൻകാർക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും, പക്ഷെ ഡ്രൈ സ്കിൻകാർക്കും നോർമൽ സ്കിൻകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയപ്പർ റാഷ് ക്രീമാണ്. നാലാമത്തെയാണ് ചിക്കോ ഡയപ്പർ റാഷ് ക്രീം. ഇത് നമ്മുടെ ആമസോണിലേക്ക് കിട്ടും, 300 താഴെയുള്ളൂ. ഇത് അത്യാവശ്യം നല്ലതാണ്, എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ വലിയ കുഴപ്പമൊന്നുമില്ല. ചില ഇൻഗ്രീഡിയൻസ് 2% കൊമഡോജനിക് റേറ്റിംഗ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പോസ്റ്റിനും അധികം ക്ലോഗ് ആക്കാനായിട്ട് പോണില്ല. അഞ്ചാമത്തെയാണ് സ്കിന്ന ഡയപ്പർ റാഷ് ക്രീം. ഇത് ആക്ച്വലി കുറച്ച് ഓയിൽസ് അധികം ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് ഡ്രൈ നോർമൽ സ്കിൻകാർക്കാണ് ഏറ്റവും ബെസ്റ്റ്, ഓയിലി ആക്നെ പ്രോൺ സ്കിൻകാരേക്കാൾ. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ പറഞ്ഞത് ടോപ്പ് പോസ്റ്റ് നിൽക്കുന്നത് നമ്മുടെ മിനിമലിസ്റ്റിന്റെ ഡയപ്പർ റാഷ് ക്രീമാണ്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഫിക്സ്ഡേമയുടെ ഡയപ്പർ റാഷ് ക്രീം പറയാം, ദെൻ മമ എർത്ത്, പിന്നെ നമ്മുടെ ചിക്കോ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഈ ലാസ്റ്റ് പറഞ്ഞ സ്കിന്ന. അപ്പോൾ ഇത്രയാണ് നമ്മൾ അത്യാവശ്യം നല്ല കുറച്ച് ഡയപ്പർ റാഷ് ക്രീംസ് ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ബേബിയുടെ ബംസിൽ യൂസ് ചെയ്യാം, ഇഷ്യൂ ഒന്നുമില്ല. പക്ഷെ ഇതൊരിക്കലും നിങ്ങൾ സൺസ്ക്രീൻ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. എനിക്കറിയാം സ്കിൻ ബാസ്റ്റിങ്ങിനെ പറ്റി അധികം ആരും കേട്ടിട്ടില്ല, പക്ഷേ നിങ്ങളുടെ എന്ത് സ്കിൻ ടൈപ്പ് ആയാലും എന്തെങ്കിലും ഇറിറ്റേഷനോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും നിങ്ങളുടെ ഫേസ് സ്കിന്നിൽ കൂടെ ഒരു ഇൻഫ്ലമേഷനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ, ഡ്രൈനസ്സോ ഒക്കെ വന്നു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ ഫേസിലൊന്ന് കാം ആക്കാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്രൊസീജിയറാണിത്. ധൈര്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാം, ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ ഏത് സ്കിൻ കെയർ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു പാച്ച് ടെസ്റ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങളിത് പ്രൊസീഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റ് തന്നെ ചെയ്യുക. കാരണം നിങ്ങൾ എത്രത്തോളം ലൈക്ക് ചെയ്യുന്നോ കമൻറ്റ് ചെയ്യുന്നോ അനുസരിച്ചിട്ടാണ് നമ്മുടെ വീഡിയോ ഓൾഗരിതത്തിലോട്ട് എത്തുന്നത്. പിന്നെ ഇത് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഇത് ഇൻഫർമേറ്റീവായിട്ട് വേറെ ആർക്കെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. പിന്നെ നിങ്ങൾക്ക് സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റിലേറ്റഡ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. നമുക്ക് ട്യൂസ്ഡേ Q&A സെക്ഷനിലോ അല്ലെങ്കിൽ ഷോർട്സ് വീഡിയോയിലോ അത് തീർക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ സ്കിൻ കെയർ ഹെയർ കെയർ ഇട്ടിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലും വരുന്നവർ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്.